ഇതിന്റെ മുകളിലോട്ട് നോക്കി നിങ്ങള് ഒരു 10 നില ബിൽഡിങ്ങിന്റെ അത്രയും ഹൈറ്റുള്ള ഒരു മലന്റെ ഇത് സൈഡ് ഫുള്ള് വെട്ടിക്ക് ഒന്ന് പോക്ക് നോക്കി നമ്മളെ വണ്ടിന്റെ സ്പോക്കും പോയിട്ടുണ്ട്. ഈ റോഡിൽ എത്ര കിലോമീറ്റർ അറിയാം ഞങ്ങളിങ്ങനെ ചാടി ചാടി പോകുന്നു. പോവാ ഒരു സീനും ഇല്ല. അപ്പോൾ ത്രിപുരയിലോട്ട് കയറാൻ ഒരു സീനും ഇല്ല. മിസോറാം വൺ ക്ലീനും ത്രിപുര പറ്റ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഐസ്വാളിലാണ്, മിസോറത്തിൽ ഐസ്വാളിലാണ്. അപ്പോൾ ഐസ്വാൾ സിറ്റിയും പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോവാണ് ത്രിപുരയിലോട്ട്. നമ്മളെ നോർത്ത് ഈസ്റ്റിലെ 6ാമത്തെ സ്റ്റേറ്റിലോട്ട് നമ്മൾ കിടക്കാൻ പോവാണ്. ത്രിപുരേൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് പറയാം. അതിനുമുമ്പ് വേറൊരു സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. നമ്മളെ 3-4 ദിവസം മുമ്പ് ഇട്ട വീഡിയോ ഉണ്ടായിരുന്നു. നമ്മൾ പ്രദീപ് സാറെ കണ്ടേ, നമ്മൾ മിസോറാം കയറി നേരം ബോട്ടിൽ വെച്ച് കണ്ട് നമ്മൾ ഇടുക്കിക്കാരൻ പ്രദീപ് സാറെ വീഡിയോ ഞങ്ങൾ നമ്മളെ ചാനലിൽ നിന്ന് എടുത്തിട്ട് ഏതോ ഒരു നല്ലവരായ കുറേ ആൾക്കാർ എടുത്തിട്ട് എഡിറ്റ് ചെയ്തു നമുക്ക് ഷെയർ ചെയ്ത് തന്നെ. നമുക്ക് അങ്ങനെയല്ലേ കിട്ടി. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നു, പിന്നെ വാട്സപ്പിൽ നിന്നൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന കണ്ടു. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും അറിയാം ഇപ്പൊ കേരളം മൊത്തം വൈറലായി കിടക്കുന്ന വീഡിയോ ആണ്. അപ്പം നന്ദി പറയാനുള്ളത് ഒന്ന് പ്രദീപ് സാറോടാണ്, പിന്നെ ഈ 2 വ്യക്തി. അതായത് ഞങ്ങള് ആദ്യം ഈ വ്യക്തിയോട് പറയാം. കൊളാസിബിലെ നിന്നപ്പോ നമുക്ക് സ്റ്റേ ഒക്കെ ഒപ്പിച്ചു. നമ്മളെ വീട് പുള്ളിക്കാരന്റെ വീടാണ്. ഞങ്ങൾക്ക് സ്റ്റേ ഒക്കെ ഒപ്പിച്ചു. ഒരു വട്ടം കൂടി പരിചയപ്പെടുത്തും. എൻ്റെ പേര് ഡിജിലാണ്. ഞാൻ ഇവിടെ MZUവിൽ മാനേജ്മെന്റ് പഠിക്കുന്നു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ്. ഇവിടെ 23 വർഷമായി. ഇവിടെ തന്നെ നാട്ടിൽ ജനിച്ചു എന്നുള്ളൊരു പേര് മാത്രം ബാക്കിയല്ല ഇവിടെ. അപ്പോ ഇനി മുത്തുമണി നമ്മളെ മുത്തുമണി. അപ്പൊ ഗൈസ് നമ്മളെ 2 ദിവസം തീറ്റിപ്പോറ്റി വളർത്തി ഉഷാറാക്കി. അതെ. അപ്പൊ നമ്മളെ പ്രദീപ് സാറെ മോനാണ്. പ്രദീപ് സാർ ഉയരാണെങ്കിൽ തങ്കമാണ്. നല്ല മനസ്സാട്ടോ, എല്ലാവർക്കും കിട്ടില്ല മനസ്സാ. എന്താ പറയാനുള്ളത്? ഞങ്ങളെ ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. സേഫ് ജേർണി. നാട്ടിൽ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോ വിളിച്ചോണ്ടിരിക്കുക. പൊളിയായിട്ട് പോവുക. എത്തുമ്പോ എന്തായാലും കാണണം. അത് ഉറപ്പല്ലേ. മലയാളം കേൾക്കാൻ പോലും അറിയില്ല, വായിക്കാനും അറിയില്ല. 26 വർഷമായിട്ട് ഇവിടെ തന്നെ. 23 അച്ഛൻ 26 വർഷം. അപ്പോൾ കഴിഞ്ഞ 20-21 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. പിന്നെ മിസോ ഭാഷ അടിപൊളിയായിട്ട് പറയും. മിസോയില് 2 വാക്ക് പറയും ഞങ്ങളെ കുറിച്ച് പറയണ്ട, നമ്മളെ വ്യൂവേഴ്സിനെ കുറിച്ച്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. എന്ത് പറയും? എല്ലാവർക്കും സുഖമാണോ? പിന്നെ അമ്മോ അങ്ങനല്ല, ഒറ്റയടിക്ക് തീർക്കല്ലേ. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ വേണ്ട, ഞാൻ പറയാം. വേറെ കാര്യം പറയാം. അപ്പൊ ഗൈസ് തമാശല്ല ഗൈസ്, എന്താ പറയണ്ടെന്ന് വെച്ചാൽ അച്ഛൻ്റെ വീഡിയോ ഷെയർ ആയി തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞങ്ങളെ ഭാഗത്തുനിന്നും നിങ്ങളെ ഭാഗത്തും എല്ലാവർക്കും. Kapag video share sa tu zong tane lom tu saya anmani bika yasin de faiza lom tu kan soy belboke kalom to ke. അപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ മിസോ ഭാഷ എന്ന് പറഞ്ഞ 1 ടാസ്ക്. പക്ഷെ ഇവന്മാർ 2 ആൾ ഇടക്കിടക്ക് മിസോ വന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കൂലേ, ഇമാരറിയാതെ ഇരിക്കാൻ എന്തെങ്കിലും പറയണം. കോഡ് ഭാഷയാണ് കേട്ടോ. ചോറൊക്കെ ഉണ്ടാക്കൂലേ, അപ്പൊ നമ്മളോട് ചോറ് ഉണ്ടാക്കാൻ നമ്മളിങ്ങനെ പറയുമ്പോ അപ്പൊ ഇവർക്ക് ഉണ്ടാക്കണം. അപ്പൊ ഇവരെന്താക്കും, നീ ഉണ്ടാക്കി എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് മിസോ ലാംഗ്വേജിൽ പറയും. പോയി നോക്ക്, ഒരു കുറവും വരുത്തല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലാവും സംഗതി. പക്ഷെ അടിപൊളി മനുഷ്യൻ, നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ 2 സമയം അടിച്ചു പൊളിച്ചിട്ടോ. പിന്നെ ഗൈസ് ഇവന്മാർ 2 പേര് 4 പേര് ഞങ്ങൾ വിട്ടുപോയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഫുള്ള് ഒരുമിച്ച് ഞങ്ങളെ കയ്യിൽ നമ്മളെ വലിയ പ്ലാൻ ഇല്ലേ, നമ്മള് വലിയ പ്ലാൻ ചെയ്ത് വെച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു പ്ലാൻ? അപ്പൊ ഹായ് ഭയ്യ. നെയിം ആരതി. അപ്പോൾ ഗൈസ് ഇത് ഇവരെ വീടിന്റെ ഓണറെ മകനാണല്ലേ. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ പറ കുറെ പേര് നമ്മളെ പ്രദീപ് സാറെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ പ്രദീപ് സാറ് എല്ലാവരോടും നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇപ്പഴാ പറയുന്നത്, പറഞ്ഞേക്ക്. എല്ലാവരും നന്ദി പറയുന്നുണ്ട്. പിന്നെ പപ്പ ഇൻസ്റ്റാഗ്രാം ഒന്നും ഉപയോഗിക്കാത്തോണ്ട് പിന്നെ എല്ലാരും അങ്ങനെ വാട്സപ്പ് കണ്ടിട്ടുണ്ടാവും, പിന്നെ ഫാമിലിയിലെ ആൾക്കാർ അയച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഗൈസ് എന്തായാലും ഇത് ഇത്രയൊക്കെ ആക്കി തന്നെ എല്ലാവർക്കും ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളോട് തന്നെ നന്ദി പറയുന്നുണ്ട്. അപ്പൊ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരോടും വീണ്ടും ഒരുപാട് നന്ദി. പിന്നെ
എന്താ പറയാ ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെ തന്നെ. അപ്പൊ എന്നും ഞങ്ങളെ വീഡിയോ 7 മണിക്ക് വരുന്നതാണ്. പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളെ പേര് പറഞ്ഞ് പ്രദീപ് സാറെ വിളിച്ചിട്ട് കുറെ നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രദീപ് സാറിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ എല്ലാവരും നന്ദി. പിന്നെ എന്തായാലും ഒരു കാര്യം പറയാം, നമ്മൾ അഗർത്തലയിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ 5 മിനിറ്റ് ആയി യാസിനെ, നമുക്ക് അഗർത്തലയിലോട്ട് പോലെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എവിടെ എത്തുന്നൊന്നും അറിയില്ല, വഴിയിൽ എവിടെയെങ്കിലും ടെന്റ് അടിക്കാനായിരിക്കും പ്ലാൻ. അപ്പോൾ ഗൈസ് ഞങ്ങള് അവരുടെ നിന്ന് വിട പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ വൈകി ഒന്ന് ഭക്ഷണം കഴിക്കാൻ നിർത്തിയാണ്. നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേരെന്താ അറിയോ? മാമിത്ത് വഴി അഗർത്തല. പിന്നെ അഗർത്തല പറഞ്ഞാൽ ട്രിപ്പുരിന്റെ ക്യാപിറ്റൽ ആട്ടോ അഗർത്തല. അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ ഇന്ന് അവിടെ എത്തൂല, 320 കിലോമീറ്റർ എങ്ങാനുണ്ട്. പിന്നെ സൗണ്ട് കുറവെന്ന് വെച്ചാൽ ഭയങ്കര വെയിലും. എനിക്കതല്ല, എനിക്ക് ഫുള്ള് പുണ്ണായിട്ട് സംസാരിക്കാൻ ഉറങ്ങണം, നന്നായിട്ട് ഉറങ്ങണം. പിന്നെ അപ്പൊ ഗൈസ് ഞങ്ങൾ കുളിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മിസോറാമിൽ വെള്ളമില്ല. ഇവിടെ വെള്ളം ഭയങ്കര കുറവാണ്. ആഴ്ചയിൽ ഒരു വട്ടമാണ് ഇവർക്ക് വെള്ളം വരിക. ആകെ വരുന്നത് 2000 ലിറ്റർ. 2000 ലിറ്റർ ഒരാഴ്ചത്തേക്ക് ഇവർ തികയ്ക്കണം. അപ്പൊ നമ്മളെല്ലാരും കുളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് മോശമാണെന്ന് മാത്രല്ല ഒരു ബുദ്ധിമുട്ടാണ്. വെള്ളം കിട്ടാണ്ടുള്ള മോശമല്ല, വെള്ളം കിട്ടൂല കുളിക്കാൻ. ഞാൻ നമ്മളപ്പുറത്തെ വീട്ടിലെ ചേച്ചിന്റെ അടുത്തൊക്കെ മുക്കിക്കൊണ്ടു ചേച്ചിയുടെ അടുത്ത് പോയിട്ട് കാലടിച്ചിട്ട് വരണം. അതാണ് സംഭവം. അതുകൊണ്ടാണ് കുളിക്കാത്ത ഡ്രസ്സ് മാറുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. 4 ടീഷർട്ട് ഉണ്ട്, 4 ഇട്ട് വെച്ചാണ്. ഞാനിത് ഇന്നലെ മാറ്റിയതാണ് കേട്ടോ. മാറ്റാം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയാണ്. ഫുഡ് കഴിക്കാൻ കയറിയ കട ഒന്ന് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. അടിപൊളി വൈബ് കട ഇവിടെ ഇങ്ങനെ കിട്ടുള്ളൂ. അതായത് ഐസ്വാൾ ടൗൺ എന്ന് പറയുമ്പോൾ ഒരു UK സെറ്റപ്പ് ആണെങ്കിൽ ഇങ്ങോട്ട് പറയുമ്പോൾ ഒരു ഗ്രാമം മാത്രല്ല അല്ലേ, ഇവിടെ ഫുള്ള് എന്താ പറയാ ഒരു ഹള്ളി. എന്താ പറയാ അടുത്തടുത്ത് വലിയ കടകൾ ഉണ്ടാവില്ല, ഫുള്ള് ഇങ്ങനെ സെറ്റപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് നല്ല രസമാണ്, നമുക്ക് വേണ്ടി ഇങ്ങനത്തെ വൈബാണ്. അപ്പൊ ആൾക്കാർ അതല്ല ഞാൻ ഉദ്ദേശം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഹൈവേ മാത്രം റൈഡ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ കയറുന്ന ഹോട്ടലുകൾ ആ ഒരു ലെവലിലാണെങ്കിൽ ഇത് കയറാൻ തോന്നാത്ത ഒരു സെറ്റപ്പ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഇത് മാത്രമേ കിട്ടുള്ളൂ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രൈസ് റേറ്റ് ഇങ്ങനെ ഉണ്ടോക്കി ഇതാ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ്. കഴിക്കൽ തുടങ്ങിയോ? എന്തൊക്കെ നമ്മള് പറഞ്ഞപ്പോ ചോറും ഇതാട്ടോ നമ്മളെ ഇതാണ് 40 റുപ്യന്റെ ചോറ്. ഇത് 40 റുപ്യന്റെ തന്നെ ഇത് ചൗമി. ഇതായിരിക്കാ ഓക്കെ ചിക്കൻ. അപ്പൊ ഇതാട്ടോ ചിക്കൻ ചോറിന് 40 റുപ്യ ഉള്ളൂടാ. സമാധാനം. ഇവിടെ അടിപൊളിയാട്ടോ. ഇവരെ അടുക്കള സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നല്ല കുക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ ചിക്കനൊക്കെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചാ. അപ്പൊ കഴിക്കാം നമുക്ക്. ഇതെന്താ സാധനം? അത് ചൗമിയില്ലേ, അതിന്റെ ഇതാട്ടോ ചൗമീന്റെ സാധനങ്ങളാണ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കട്ടെ. സൂപ്പ് എന്തോ പറഞ്ഞു സൂപ്പ് Exo अंडा सूप 100 100 ഫ്രീ കുച്ചിന്നി. അതായത് മിസോറാം ലാംഗ്വേജ് ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേച്ചിയോട് ചോദിച്ചോട്ടെ. അതായത് ചൗമീൻ്റെ കൂടെ ഇത് ഫ്രീ ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പോൾ കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ടാ കഴിച്ചിട്ട്? ഇവിടുത്തെ സ്പെഷ്യൽ അരി അല്ലേ? രസമുണ്ടോ? ശരിക്കും പറ. കഴിച്ചു നീ പൈസ കഴിച്ചോക്കടാ. സൂപ്പ് കിട്ടില്ല നീ. ഇതിപ്പോ എന്താ പറയാ, ഇവര് അല്ലെങ്കിലും തന്നെയല്ലേ. ഇത് ചോറല്ലടാ, ഫ്രൈഡ് റൈസ് ഇല്ലേ പൈസ. ചിക്കൻ റൈസ് എന്ന് പറയാം. അപ്പോൾ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ മാമിത്തിലോട്ടുള്ള റോഡ് കയറിയതാട്ടോ. റോഡിൻ്റെ അവസ്ഥ ഒന്ന് നോക്കി നിങ്ങൾ. യാസിനായിട്ട് പെടുവോ? റോഡും ഇല്ല, എന്തോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. ഒരു മനുഷ്യക്കുഞ്ഞ് ഈ റോഡിൽ ഇതുവരെ വന്നിട്ടില്ല. ഒരു വണ്ടി വന്നിട്ടില്ല, ഒരു കടയില്ല, ഒന്നുമില്ല. നമ്മൾ ഈ റോഡ് കയറിയതിന് ശേഷം എന്താ അവസ്ഥ എന്ന് പടച്ചോന് മാത്രം. കഴിച്ച് ഇത് ഞങ്ങൾ അവിടെ എത്തുക തന്നെ ഇപ്പോൾ പേടിയാകുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു ഹള്ളിയാണ്. നാട്ടിൽ നിന്ന് നമ്മളെ ഉൾനാട്ടിൽ കൂടെയൊക്കെ നമ്മൾ പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ചെറിയ റോഡ്, ഒരു സൈഡിലാണെങ്കിൽ വലിയ കൊക്ക ഉണ്ട് ചില സമയത്ത് കണ്ട് അവിടെ ആ സൈഡിലോട്ട്. പിന്നെ സൈഡിൽ നിന്നാണ് ഈ സൈഡിൽ ഫുൾ കാടും അതും മുള്ളൊക്കെ ഉള്ളതാണ്. അതിൻ്റെ നടുവ് കൂടെ പോയിക്കോ, തലവണ്ട പോവും. അപ്പോൾ ഗൈസ്
ഈ റോഡിന് നമുക്ക് എത്ര കിലോമീറ്റർ പോകണമെന്ന് അറിയില്ല. അടുത്ത ടൗണിലോട്ട് 68 കിലോമീറ്റർ ഉണ്ട്, മാമിത്തിലോട്ട്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സാധനം ഇല്ല, നെറ്റ്വർക്ക് ഇല്ല, ഗൂഗിൾ മാപ്പിൽ റോഡ് കാണിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മളെ വെഹിക്കിള് ശാല് വെഹിക്കിളുണ്ട്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. ഫസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, മാരകമായ ചെറിയ റോഡ്, വളരെ ചെറിയ റോഡായി കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് നല്ല റോഡ് കിട്ടിയിട്ടുണ്ട്. അവിടെയാണ് നമ്മളെ റോഡ്, നമ്മൾ വന്ന വയ്യതാ. അവിടെ നിന്ന് ഇങ്ങനെ വന്നു. അവിടെ ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയാണ് നമ്മൾ. ബൈക്കോടെ 2 ബൈക്കും ഇവിടെ നിർത്തി. മറ്റൊരു ഫ്രണ്ടിലുണ്ട് അല്ലേ അഭിരാമൊക്കെ. തുടക്കത്തിൽ തന്നെ വഴി തെറ്റിപ്പോയി. ഓരോ ഏതോ സ്ഥലത്ത് എത്തിയിട്ട് മുന്നിലുണ്ട് എന്ന് പറയുന്നുണ്ട്. നേരെ ഞങ്ങൾ മുന്നിലുണ്ട് എന്ന് പറയും. ലൊക്കേഷൻ തന്നത് ഒന്ന് കഴിഞ്ഞു. ഇനി അമ്മ ഇതാക്കണം, ഒരാൾ ഇതാക്കണം, അവിടെ സൈഡായി കിടക്കുന്നുട്ടോ. നമ്മൾ അസ്ലമണ്ണൻ സൈഡായിട്ടോ. സംഭവം എന്താ വെച്ചാൽ ഭയങ്കര ചൂടാണ് അല്ലേ? മുഖത്ത് തന്നെ അറിയാനുണ്ട് ഇത്ര ചൂടുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയാട്ടോ. ഭയങ്കര ചൂട്. അതെന്താ അറിയോ, പിന്നെ ഇന്നലെ സാറ് പറഞ്ഞിരുന്നു, എന്താ അറിയോ, നോർത്ത് ഈസ്റ്റിൽ മഴ പെയ്യാണ്ടി മുന്നേ 2 ദിവസം മുന്നേ പെരും ചൂടായിരിക്കും, എന്നാലേ മഴ പെയ്യുള്ളൂ. നമുക്ക് മഴന്റെ പ്രഡിക്ഷൻ കിട്ടുകയും ചെയ്തില്ലേ? തിങ്കളാഴ്ച മുതൽ മഴ കേട്ടോ. അപ്പൊ ഗൈസ് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാല്, ഇവിടെ ഇതാക്കണ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ഇനി മഴക്കാലം വന്ന് കഴിഞ്ഞാ മക്കളെ പൊള്ളി തന്നെ ആയിരിക്കുമല്ലേ? നമ്മള് ഈ കാണുന്നതൊക്കെ ഫുള്ള് പച്ച കളറിലോട്ട് മാറും. അപ്പൊ മഴക്കാലം വരാൻ നമ്മള് കാത്തുക്കുന്നുണ്ട്. പക്ഷെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ പണി കിട്ടലുമാണ്. റൈഡ് വൻ സീനായിരിക്കും. റൈഡ് നമ്മൾ എവിടെ എത്തൂല, കൊറേ ദിവസങ്ങൾ പിന്നെയും കൂടി കൂടി പോവുകയല്ലേ. പോട്ടെ പോട്ടെ. അപ്പൊ ഗൈസ് നമ്മൾ പോകുന്ന റോഡാട്ടോ ഇത്. ഇവിടെ റോഡ് പണിയാണ്, ഫുൾ റോഡ് പണിയായില്ലേ? ഞങ്ങൾ നേരത്തെ നല്ല റോഡ് അത് അറിയാതെ പറഞ്ഞു പോയി, അതോടുകൂടി പോയി. അതെ, നമ്മൾ എപ്പോ പറഞ്ഞു കഴിഞ്ഞാലും പിറ്റേ ഒരു 2-3 കിലോമീറ്റർ പോകുമ്പോഴത്തേനും അന്നേരം പണി കിട്ടും. ഒന്നും അത് ഇതുവരെ റൈഡ് തുടങ്ങിയ മുതൽ ഇതുവരെ ഉള്ള ഒരുപാട്. അവിടുന്ന് ഒരു ചെങ്ങായി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും ഈ ഏരിയയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എപ്പോഴും. ഇത് മാമിത്തിലോട്ട് പോകണം. ഫുൾ പണിയാട്ടോ. ഓ റോഡ് പണിയാ, പണി പാളിട്ടോ. ടാസ്ക് ആണല്ലേ അച്ഛനെ? താഴേക്കല്ലേ നമ്മള്? ടാസ്ക് ആണ്. നമ്മൾ താഴോട്ടല്ലേ കൊണ്ട്? താഴോട്ടാണെന്ന് തോന്നുന്നു. ഗൈസ് ഈ റോഡിന്റെ കണ്ടീഷൻ ഉണ്ടോ? ഇവിടെ പണി എടുക്കുന്നത് കൊണ്ട് ഫുള്ള് സീൻ, പൊടി, വണ്ടി കിടന്ന് കളക്കുക കേട്ടോ. നല്ല പൊടി ഉണ്ടാ. എമ്മാരി അയച്ച പൊടിയുള്ളത്. അതിന് മേലോട്ട് പോകുന്ന റോഡ് നോക്ക്. എന്റെ മോനെ ഏരിയ മൊത്തം പോയി കിടക്കുക. എങ്ങോട്ടാണെന്നുള്ള ഒരു പിടുത്തം കിട്ടും. സത്യം പറയാ പേടിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ എല്ലാ കൂടി നേരത്തെ എത്തും. വെറുതെ പോകാനും കഴിയില്ല അങ്ങോട്ടും. ഗൈസ് നമ്മൾ പോകുന്ന റോഡാണ് കേട്ടോ ഇത്. 2 സൈഡിലും വെട്ടിയിട്ടിട്ടേ ഉള്ളൂ. ഇതാക്കണം, ടയറൊക്കെ കളിക്കുന്ന കളി കാണണം. എന്ത് പൊടിയാണെന്നറിയോ? വണ്ടി ഇന്നലെ ഫുൾ കഴുകി വൃത്തിയാക്കിയായിരുന്നു, പക്ഷെ എന്നിട്ടും ഫുൾ പൊടി. അതൊക്കെ ഒന്ന് പോക്ക് നോക്കി, നമ്മൾ വണ്ടിയുടെ സ്പോക്കും പോയിട്ടുണ്ട്. ഈ റോഡിൽ എത്ര കിലോമീറ്റർ അറിയാം ഞങ്ങളിങ്ങനെ ചാടി ചാടി പോകുന്നത്, ഒരു രക്ഷയില്ലാതെ വെറുപ്പിക്കുന്ന റോഡ്. എന്ത് പറഞ്ഞാലും എന്താ, നമുക്ക് ഇന്ന് എവിടെ എത്താൻ പറ്റുമോ അറിയില്ല. നമ്മൾ മാമിത്ത് കഴിഞ്ഞ് അഗർത്തല ബോർഡറിലേക്കാണ് പോകുന്നത്. അഗർത്തല ത്രിപുര ബോർഡറിലോട്ട്. പക്ഷെ റോഡ് കണ്ടീഷൻ എങ്ങനെയാണെങ്കിൽ ഇന്ന് എവിടെ എത്തൂല. ഏകദേശം ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ആകെ ഒരു 80 കിലോമീറ്ററിന് 80 ഓടിയിട്ടില്ല, അതിലും കുറവാണ് നമ്മൾ ഓടിയത്. അപ്പോൾ കണ്ടതാ ഈ റോഡ് കണ്ടില്ലേ, ഈ കുന്നൊക്കെ ഇടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ പേടിയാകുന്നുണ്ട്, അവിടെ പെട്ടു പോകുന്നുള്ളത്. സ്പോക്കൊക്കെ പോയിട്ട് പെട്ടുപോയാൽ ഒരു രക്ഷയുണ്ടാവില്ല. ഇവിടെ സർവീസ് സെൻറ്റർ ഒന്നുമില്ല. ഇവിടെ ഒരു ചെറിയ കട പോലും കിട്ടാനില്ല. നല്ല ചൂടാണ്, വെള്ളം പോലും കുടിക്കാനില്ല. ഞങ്ങൾ എടുത്ത വെള്ളം കഴിഞ്ഞു. ഞാൻ അവിടെ പോയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ എന്താ ഈ വയ്യോ നിങ്ങൾ നോക്കിയ സൈഡ് ഫുള്ള് ഇടിഞ്ഞ് പൊളിഞ്ഞ് റോഡിൽ വന്നിട്ട് ഇത്രയും ഇതിൽ പൊടി കെട്ടി കിടക്കാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മളെ മച്ചാന്മാർ വന്നിട്ടുണ്ട്. മച്ചാന്മാർ ഓഫ് റോഡൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വരിക. നമ്മൾ പാവ കണ്ട പോകുന്നത് നമ്മളെ ഷോക്ക് പോയ വണ്ടിയിൽ നമ്മളിങ്ങനെ വെല്ലം പോയിട്ടോ ചാടിച്ച് പോകുന്നുണ്ട്. ഗൈസ് ഈ റോഡ് എന്ത് അവസ്ഥയാണെന്ന് അറിയാം. സൈഡൊക്കെ കണ്ടിട്ട് പേടിയാവുന്നില്ലേ അതിനെ? ഒറ്റ തുള്ളി റോഡ് പോലും ഇല്ല, ഒരു റോഡും ഇല്ല. മഴയെ കൂടി പെയ്താണ്ടല്ലോ. എടാ ഇത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഇങ്ങനെ ആയിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ റോഡ് കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ട് പാറകളൊക്കെ ഇടിച്ച് പൊളിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ പോയതിന് വെച്ചാൽ ഏറ്റവും ടാസ്ക് പിടിച്ച റോഡ് കേട്ടോ. ഏറ്റവും മോശവും ഏറ്റവും ടാസ്ക് പിടിച്ച. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് റോഡ് ഇല്ലാന്ന്. കാരണം ഏറ്റവും ലാസ്റ്റ് സ്റ്റേറ്റിലോട്ട് നമ്മൾ പോകുന്നത് ത്രിപുര. അവിടെ ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ത്രിപുര എന്താ അവസ്ഥ ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് അവിടെ ആരെയും കോണ്ടാക്റ്റ് ഒന്നും കിട്ടിയില്ല. എന്താവുമെന്നോ എവിടെ നിൽക്കുമെന്നോ ഒരു പ്ലാനും ഇല്ലാതെ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ റോഡ് കൂടി ഇങ്ങനെ ആയപ്പോൾ ഇന്ന് എന്തായാലും ത്രിപുര എത്തില്ലാന്ന് ഉറപ്പിച്ചിട്ടോ.
ഇത് നോക്കി പോയി സൈഡിൽ മരമൊക്കെ വന്ന് വീണെടുക്കുക. എടാ ഇത് ഇവിടെ ഒരു കട പോലും ഇല്ല യാസിനെ. കടയില്ല, അങ്ങ് എത്തുന്ന വരെ റോഡ് ഇങ്ങനെ തന്നെയാണ്. നോക്ക്, അതൊക്കെയാണ് ഗൈസ്, പേടിയാവുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇപ്പൊ ഇതുവരെ എന്താ പറയാ അവിടെ നിന്ന് നല്ല റോഡ് കാണുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് റോഡ് വന്നപ്പോൾ ഇപ്പൊ അത് പോയി. എത്ര കിലോമീറ്റർ ഈ റോഡിന് ഇങ്ങനെ പോകുന്നത്. ഒരു കട കണ്ടാൽ ഇത്തിരി വെള്ളം കുടിക്കുക. ഞങ്ങൾ എടുത്ത് വെച്ച 2 ലിറ്ററിന്റെ വെള്ളം ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും കുടിച്ച് തീർത്തത്. ഗൈസ് ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് എന്ത് പേടിപ്പെടുത്തുന്ന റോഡ് രാസിനെ. ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഈ വണ്ടി പോണത് കുതിര പോകുന്ന പോലെയാണ് ഗൈസ്. റോഡ് എന്ന് പറഞ്ഞ സാധനമല്ല, ഒറ്റക്കൈയോടെ ഓടിക്കുന്നത്. അയ്യോ പിടിക്കോ, ഇത് റോഡിൻ്റെ അവിടെ കമ്പോ അമ്പമല്ല, മരത്തിന്റെ വേരാണത്. ഓ എൻ്റെ മോനെ, ഇത് റോഡ് എനിക്ക് തോന്നുന്നത് പുതിയതായിട്ട് നിർമ്മിക്കുന്ന റോഡാന്ന് തോന്നുന്നത്. എൻ്റെ മോനെ, ഇതിപ്പോൾ എത്ര കിലോമീറ്റർ അറിയാം? 10-30 കിലോമീറ്ററായി ഇങ്ങനെ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. മണിക്കൂറായി, 1.5 മണിക്കൂറിന് മുകളിൽ. വണ്ടി ചൂടായി ഇപ്പോൾ കത്തി മരിക്കും. ഗൈസ് റേഡിയേറ്റർ എങ്ങാ ഇവിടുന്ന് കത്തി ഉണ്ടെങ്കിൽ ഞങ്ങളിവിടെ പെട്ടുപോകും. ഗൈസ് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് നോക്കി നിങ്ങൾ. ഒരു 10 നില ബിൽഡിങ്ങിൻ്റെ അത്രയും ഹൈറ്റുള്ള ഒരു മലൻ്റെ ഇത് സൈഡ് ഫുള്ള് വെട്ടി കീറി പാറ പൊട്ടിച്ചിട്ട് റോഡുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ ഇതിപ്പോൾ നമ്മൾ ഏതോ ലോകത്തോട്ട് പോകുന്ന പോലെയാണ് കേട്ടോ തോന്നുന്നത്. ഒരു സൈഡിലാണെങ്കിൽ പൊരിഞ്ഞ കൊക്കയും. എന്റെ നമ്മള് വന്ന റോഡിന്റെ കണ്ടീഷൻ നോക്കി. പൊന്നു, റോഡ് ഇല്ല തന്നെ. ഒരു മല പുതിയതായിട്ട് പൊട്ടിച്ച റോഡിൽ കൂടെ ഒക്കെ കയറി വന്ന. എന്താ ഈ റോഡ്? ഇനി മുന്നോട്ട് റോഡ് ഉണ്ടോന്ന് അറിയില്ല. നോക്കി ഈ റോഡിന്റെ അവസ്ഥ നോക്കി. ഇവിടെ ഇത് നമ്മളിപ്പോ എവിടെ എത്തിയേ? ഒരു ഐഡിയ ഇല്ല മോനെ. വെള്ളം പോലും കുടിക്കാൻ. ഗൈസ് ഇത് നോക്കി നിങ്ങൾ താഴോട്ട്. എടാ ഒന്നാടി ഉണ്ടാക്കാതിരിക്കടാ. അപ്പൊ ഗൈസ് നമ്മൾ മാരകമായ ഓഫ് റോഡ് ഓട്ടത്തിന് ശേഷം ഒരു കട കണ്ടുപിടിച്ച് അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാട്ടോ. ഇതാക്കണ ഓടിയാനുള്ള തെളിവിൽ ഇതാ മെയിൻ ആയിട്ട് ഇവനാണ് കേട്ടോ. ഇവന്റെ ഷൂ നോക്കിയേ, എന്റെ പൊന്നു ഫുൾ പൊടി. എല്ലാത്തിന്റെ ഇതാ പാന്റ് ഇതൊക്കെ നോക്കിയേ, ഫുള്ള് എല്ലാത്തിനെ പോലെ ഒരേപോലെ തന്നെയാണ്. എന്റെ മോനെ ഇതെന്താ ഇവിടെയൊക്കെ സംഭവം നമ്മൾ പറഞ്ഞോ. ഈ റോഡിൽ ആരും വരുത്തൊന്നുമില്ല, പുതിയതായിട്ട് ഉണ്ടാക്കാണ്. അപ്പൊ നിങ്ങൾ എന്തിനാ ഇതിലേക്ക് വന്നത്? ഇങ്ങനെ റോഡിലുള്ള നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് നമുക്കറിയില്ലല്ലോ ഇവിടെ എന്താ സംഭവം നടക്കണമെന്ന്. അപ്പൊ നമ്മളിവിടെ കടയിൽ കയറി. ഇവിടെ മുറുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്ന കേട്ടോ. അടുക്ക തോലുകളിക്കാണ് മുറുക്കാൻ അടിക്കേണ്ട ഇതാക്കണം. അപ്പൊ നമ്മളെ വീടിന്റെ ഉള്ളിൽ ഹോട്ടൽ ഉണ്ടോ? അപ്പൊ നമ്മളിവിടെ ആണ്ട കയറിയപ്പോ അണ്ണന്മാരിവിടെ റെഡ് ബോൾ ഒക്കെ അടിച്ചിട്ട് ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരാട്ടോ. അയ്യാ आपका नाम? your name? ഹലോ മിസോറാം. മിസോറാം. അപ്പൊ അവള് ഭയങ്കര ചിരിച്ചു ഒളിച്ചു നിൽക്കുന്നുണ്ടോ? വീതി വന്ന് ഒളിച്ചു നിൽക്കണട്ടോ. വീഡിയോ എടുക്കലുണ്ട്. ആ വീഡിയോ എടുത്തത് യാസിന് എന്നോട്. എടാ തമാശ പറഞ്ഞടാ നീ ഓ പിന്നെ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നലെ കൈകി വൃത്തിയാക്കി മൊഞ്ചാക്കി വെച്ച വണ്ടിയായിരുന്നു. ഇപ്പൊ കണ്ടോ ചെയിലും രാവിലെ കട്ട കടിച്ചു. ചെയിലൊക്കെ ഫുൾ പൊടി പിടിച്ചിട്ട് അവസ്ഥ അയക്കുന്നത്. ഇനി അങ്ങോട്ട് ഉണ്ടെങ്കിൽ ഇത്തിരി നല്ല റോഡ് കിട്ടി. ഒരു 100 മീറ്റർ നല്ല റോഡ് വന്നാ ഒരു 2 കിലോമീറ്റർ ഓഫ് റോഡാ. മലയൊക്കെ കേറുന്ന ഒരു ഓഫ് റോഡ്. എന്റെ പൊന്നടിയാ, നിങ്ങൾക്ക് അത് ചാടിച്ചു പോവാ. ഞങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. യവന്മാരെ ശരിക്കും സമ്മതിക്കാൻ ഇല്ലാത്ത ഈ വണ്ടിയായിട്ട് വന്ന്. അല്ല നല്ല റോഡ് വരുന്നവരെ ഞങ്ങൾ കയറി പോകും. പിന്നെ വേക്കുന്ന പൂന്നുള്ള സൗണ്ട് വരും. അന്നപ്പോ നിങ്ങളാണെന്നുള്ളത് മനസ്സിലാവും. ഇങ്ങനെ ഈ റോഡിൽ തുള്ളിച്ചാടി ഓഫ് റോഡ് ഓടി ഇങ്ങനെ വരുന്ന വഴിക്കിൽ നമ്മള് പെട്ടെന്ന് നമ്മളൊരു ബ്രിഡ്ജ് ഇവിടെ ക്രോസ് ചെയ്തിട്ടോ. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇവിടെ കർണാടക രജിസ്ട്രേഷൻ കാർ. നമ്മളത് ഫസ്റ്റ് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇവർ രണ്ടുപേരും അവിടെ നിർത്തി. അവൻ നിർത്തി എൻ്റെ അടുത്ത് പറഞ്ഞു ഗ്ലാസ് കാത്തി. യാസിനോടല്ലേ ഫസ്റ്റ് സംസാരിച്ചേ. അപ്പോൾ നമ്മളെ സൗത്ത് ഇന്ത്യ ബാംഗ്ലൂരിന്ന് പറഞ്ഞാൽ നമ്മളെ നാട് പോലെയായി ഇപ്പോൾ. അപ്പോൾ കർണാടക ബാംഗ്ലൂരിന്ന് നമുക്ക് ഒരു ഫാമിലി ഒരു ടീം ഞാൻ കാറിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ കാർ ലൈഫ് 49 ദിവസമായി നാട്ടിൽ നിന്ന് ഇറങ്ങി. നോർത്തൊക്കെ കറങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ഓരോ പരിചയപ്പെടല്ലേ. സോ യുവർ നെയിം പ്ലീസ്? Rajiv from Bangalore. Suvarna from Bangalore. And you husband? Son. ഓ ഫാമിലി ട്രിപ്പാണ് കേട്ടോ. അടിപൊളി കേട്ടോ. ഫാമിലി ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. Vinayak from Bangalore.
ഞങ്ങൾ കയറി പോകുന്ന റോഡ് ഉണ്ട്, ഞങ്ങള് ഫുള്ളൊരു കാടിനുള്ളിൽ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ റോഡൊന്നും ഇല്ല, ശരിക്കും ഒരു തോട്ടിൽ കൂടെ പോകുന്ന ഫീലാണ്. ചില സ്ഥലത്ത് മാത്രം ഇത്തിരി ടാറിങ് കാണും, പിന്നെ ഫുള്ള് ഇങ്ങനെ പൊടി. ഇത് തന്നെ അവസ്ഥ. ഇതിപ്പോൾ ഞങ്ങൾ വെള്ളം കുടിക്കാൻ നിർത്തി കഴിഞ്ഞതിന് ശേഷം ഫുള്ള് റോഡ് ഇങ്ങനെ തന്നെ കിട്ടിയേ. ഫുൾ ടാസ്ക് പിടിച്ച റോഡ്. ഇത് എങ്ങോട്ടാണ് പോകുന്നത് കണ്ടു തന്നെ പേടിയാണ്. ഫുള്ള് ചെറിയ വീതിയില്ലാത്ത റോഡും പിന്നെ സൈഡിലാണ് ഫുള്ള് മല, ഒരു സൈഡിൽ കൊക്കയും. അപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നോക്കി, നിങ്ങളിത് കണ്ടിട്ട് കേരളം മാറി തോന്നുന്നുണ്ടോ? ഇത് കേരളമല്ല കേട്ടോ, നമ്മളെ സ്വന്തം മിസോറാം. അതായവ രണ്ടെണ്ണം കിടിലനായിട്ട് വരുന്നു. നോക്കിയോ, ഞാൻ കേരളം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേക്ക് സ്ഥിരമായിട്ട് കാണുന്ന കഴുകി. ഇത് കണ്ട കേരളം എന്നല്ലാതെ വേറെ എന്താ ഇപ്പോൾ പറയുക, കറക്റ്റ് അല്ല. ഫുൾ കേരള ടച്ച്. വാഴ അതോടെ പായസ് കാട്ടുവായ എന്ന് പറയുന്ന സാധനം. ഇത് കാട്ടുവായ അല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പറഞ്ഞിരിക്കണം എല്ലാവരും. കിടിലൻ ലാൻഡ്സ്കേപ്പ് കേട്ടോ. റോഡ് അത്യാവശ്യം മെച്ചപ്പെട്ടിരിക്കണ്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ക്ഷീണമായിട്ട് നല്ല പട്ടി ഒറ്റ പോലെ കിടന്നുറങ്ങുന്നുണ്ട്. ഇതൊന്ന് 2 റോട്ടുമലായി കിടക്കണ, ഇതാ 3 വണ്ടി അവിടെ ഉണ്ട്. കാരണം ഭയങ്കര വെയിലാ. ഇവിടെ ഒരു തണൽ കിട്ടിയ ഒരു സ്ഥലം. എടാ ഇവിടെ ചൂടുള്ളവൻ കാരണം നീ എന്തോ പറഞ്ഞായിരുന്നല്ലോ, മറ്റേ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് സണ്ണ് ഡയറക്റ്റ് ആയിട്ട് അടിക്കും. അപ്പൊ നല്ല ചൂടായിരിക്കും. അല്ല എനിക്കൊക്കെ അറിയുന്ന ഒരു ഭാഷയിൽ പറയും. ഇതാണ് ഭൂമിനെ ഒത്ത നടക്കുക. നോർത്ത് പോളിലോട്ട് സൗത്ത് ഇങ്ങനെ കറങ്ങുമ്പോ ഇത് ഒറ്റ നടക്കില്ലേ? നോർത്ത് പോളിലോട്ട് സൗത്ത് പോളിലോട്ട് 1 കിലോമീറ്റർ ദൂരം. എന്നെ ട്രോളി ഇരിക്കുക. ട്രോപ്പിക് ഓഫ് ക്യാൻസർ തക്ക അടിച്ചതാളിയ കേരളം അല്ലേ? കേരളം ഓർമ്മ വരുന്നുണ്ട് അല്ലേ? പിന്നെ ഗായ്സ് ഞങ്ങള് റൈഡൊക്കെ പോകുമ്പോ നിങ്ങളൊക്കെ വിചാരിക്കും ഭയങ്കര സുഖാണ്. സംഭവം ഇതാണ് അവസ്ഥ. ഇങ്ങനൊക്കെ കിടന്നുറങ്ങിയ കോമഡി ഇപ്പൊ അതല്ല. ഞാൻ ഇപ്പൊ മാപ്പ് ഇങ്ങനെ നോക്കി, അഗർത്തല ബംഗ്ലാദേശ് കിടക്കുന്നതാണ്. ഞാൻ എന്തോ എടുത്തല്ലേ 2 അടി അങ്ങോട്ട് വെച്ചാ ബംഗ്ലാദേശിലെത്തും. ഒരു ചാട്ടം ചാടിയ ബംഗ്ലാദേശ് എത്തി നമ്മള്. ആണോ? അത്ര നമ്മള് ബംഗ്ലാദേശ് പറ്റുവാണ് നമ്മള് ബംഗ്ലാദേശും കയറും. ഇല്ലേ? പറ്റൂടാ. പാസ്പോർട്ട് എടുത്തിട്ടില്ല. അപ്പൊ നമ്മളെ വണ്ടികളൊക്കെ നിരത്തിയിട്ട് കറക്റ്റ് കേരളം കേട്ടോ. ഒന്നും പറയാനില്ല, കേരളം തന്നെ. ആ ഒരു ഹാപ്പിനെസ്സിൽ ഇരിക്കുകയല്ലോ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതാക്കണ ഇവിടെ ത്രിപുര ബോർഡറിലോട് അടുത്ത് വന്നിട്ടോ. അപ്പോൾ നമ്മളൊരു ഗ്രാമത്തിൽ കയറി. എന്ത് രസമാണ് നോക്കിയാൽ, വലിയ മരങ്ങളെ വേരൊക്കെ. ഇവിടെ ഫുട്ബോൾ നല്ല പച്ച പിടിച്ച നാടാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഫുട്ബോൾ കളിക്കാൻ. അപ്പോൾ എല്ലായിടത്തും ഗ്രൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയല്ലേ. പിന്നെ നല്ല രസമുണ്ട് ഇതിലൂടെ ഇങ്ങനെ പോകാൻ. ഇപ്പോൾ റോഡ് ചില സ്ഥലത്ത് നല്ല അടിപൊളി റോഡാവുന്നുണ്ട്, ചിലത് ഭയങ്കര മോശമാണ്. പിന്നെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോവാ. ഞങ്ങൾ ത്രിപുരയിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. മലത്തോട്ടല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ത്രിപുരയിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ എന്തോ പോലീസ്, ഞാൻ ചെക്കിങ് കണ്ടില്ല. പോവാ ഒരു സീനും ഇല്ല. അപ്പോൾ ത്രിപുരയിലോട്ട് കയറാൻ ഒരു സീനും ഇല്ല. അപ്പം ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രിപുരയാണ് ഗൈസ്. യെസ്, അവരൊരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ പോയിട്ടോ. അപ്പോൾ ത്രിപുരയിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കയറി. ശരിക്കൊന്ന് താത്തി എന്നെ പേടിപ്പിച്ചു. യെസ്, നമ്മൾ മേലോട്ട് അതായിട്ടോ. യെസ്, ത്രിപുരയെ കയറി. അതുപോലെ നോർത്ത് ഈസ്റ്റിലെ 6ാമത്തെ സ്റ്റേറ്റ് ആണ് മിസോറാം. 1 ക്ലീനും ത്രിപുര പറ്റ തീരെ വൃത്തിയില്ല കേട്ടോ. മിസോറാം തീരെ വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ തീരെ വൃത്തിയില്ല. സോറി, ത്രിപുര തീരെ വൃത്തിയില്ല. മിസോറാം പൊളിയായിരുന്നു.
നല്ലോണം അറിയാനുണ്ട് കേട്ടോ. എന്തായാലും നല്ല മാർക്കറ്റാണ് ഫസ്റ്റ് കയറിയ പാടെ. പക്ഷേ ഒരു വൃത്തിയും കാര്യങ്ങളും ഒന്നുമില്ല. 2 സ്റ്റേറ്റ് 2 കൾച്ചർ. എന്തായാലും ഞങ്ങൾ ത്രിപുര കയറിട്ടോ. ത്രിപുര കയറി ഇതാക്കണം. ഇവിടെ ഇപ്പോൾ കണ്ടല്ലോ അല്ലേ, എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഇന്ത്യയിലെത്തിയെന്നാണ് ഇതാക്കണം. ഇവൻ പറഞ്ഞ ഡയലോഗാണ്. നമ്മൾ ഇന്ത്യയിലെത്തി കഴിച്ചു. ഇത്രയും നാല് ശേഷം ഇപ്പഴാ സാരി കാണുന്നത്. സാരി പിന്നെ നമ്മുടെ മുഖം വേറെ. ഇപ്പൊ കറക്റ്റ് ഇപ്പൊ പറഞ്ഞാൽ ബംഗാളിലുള്ള ആൾക്കാർ അവര് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇവിടെ താമസിക്കുന്നത്. കാരണം ആ ഒരു ഫേസ് കട്ട് ആൾക്കാർ. അതായത് ഞാൻ ബോർഡർ ഇങ്ങോട്ട് കിടന്നപ്പം അവിടെ ക്ലീൻ പോലീസ് സ്റ്റേഷൻ ഒക്കെ കണ്ടില്ല, അടിപൊളി. ഇങ്ങോട്ട് കയറി ഫുൾ കച്ചറ. നോക്കി ഇത് റോഡ് സൈഡ് ഇത് നോക്കി എന്താ അവസ്ഥയാണ്. ഇതാകണ ഇത് ഇങ്ങനത്തെ സംഭവം തന്നെ നമ്മള് ഒരാഴ്ച ആയിട്ട് കണ്ടിട്ടില്ല. എല്ലാ വില്ലേജും തുടങ്ങുമ്പോഴും ആദ്യം ഒരു ഡസ്റ്റ്ബിൻ ഇവിടെ അതില്ല. ഇങ്ങോട്ട് ഡസ്റ്റ്ബിന്നേ ഇല്ല. എല്ലായിടത്തും ഒരു വില്ലേജ് കേറുന്ന ഡസ്റ്റ്ബിൻ കാണിക്കും. വെസ്റ്റേൺ കൾച്ചറായിരുന്നു ഇത്രയും നേരം. അതെ, പെട്ടെന്ന് മാറി. ഇന്ത്യയിലെത്തിന്നാ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യയിലെത്തി കഴിച്ചു. ഫുള്ള് ബഹളവും ഇനി കച്ചറയായിരിക്കും ഫുള്ള്. വൻ വൈബിലൂടെ ആയിരുന്നു പോകുന്നത്. ഇവിടെ ഇതാണ് സീൻ. ഇവിടുത്തെ എല്ലാം വന്ന് ഹോണടി തുടങ്ങി, ഒച്ചപ്പാട് തുടങ്ങി. അതല്ല, ആൾക്കാരൊക്കെ നമ്മളെ നോക്കലൊടിഞ്ഞു. അവിടെ നമ്മൾ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വ്ളോഗ് ചെയ്ത് നമ്മളെ വാർഡ് നോക്കി നമ്മൾ പോകുന്നതിന് പറയല്. അങ്ങനെ പറയില്ല. ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കലൊടിട്ടോ. അങ്ങനെ എന്താവും എന്തോ അറിയില്ല. ഒരു വെള്ളം കുടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പിരിയാം. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇങ്ങനെ സ്റ്റേ അപ്പൊ ഗൈസ് ഇനി നോർത്ത് ഈസ്റ്റിൽ ഒറ്റ സ്റ്റേറ്റ് കൂടെ ബാക്കിയുള്ളൂ. അതാണ് അരുണാചൽ. പക്ഷെ ഇവന്മാര് സ്റ്റേറ്റും ആയി. ഇവര് സ്റ്റേറ്റും കയറിട്ടോ. പിന്നെ ഗൈസ് നമ്മളെ അരുണാചൽ ഒരു ബഡ സംഭവമായിരിക്കും. അരുണാചൽ എന്ന് പറഞ്ഞാൽ ബഡ സ്റ്റേറ്റ് ആണ്. നമ്മൾ ഓടി മിസോറാം പോലെ ചെറിയ സ്റ്റേറ്റ് ഒന്നല്ല. അപ്പൊ അരുണാചൽ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ത്രിപുര എത്തി. ഞങ്ങൾ സ്റ്റേ ഒപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ പാനിസാഗർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. 2.5. അപ്പൊ കണ്ട കേരളം തന്നെ. ഇങ്ങോട്ട് നോക്കി. ഇവിടെ നമ്മൾ നോക്കുമ്പോണ്ട് അല്ല, അവിടെ ഒരു വയലുണ്ട്. വയലൊക്കെ നാളെ കാണിച്ചു. അതല്ല, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നേരം നല്ല അടിപൊളി ഒരു വയലിന്റെ നടുക്കൂടെ റോഡ് നല്ല സണ്ണ് സെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ചോപ്പ് കളറായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ഇവിടെ എങ്ങനെ സ്റ്റേ കിട്ടുമോ നോക്കിയാലോ. നമ്മൾ അണ്ണനാടുള്ള കൊണ്ട് പിന്നെ പേടിക്കാറില്ല. അണ്ണൻ എവിടെ കയറി റൂം സെറ്റ് ആയി തരും. റോഡിന് സൈഡ് തന്നെ ഞങ്ങളൊരു നല്ല ഗേറ്റ് ഒക്കെ ഉള്ള സേഫ് ആണ്. അവിടെ നിൽക്കുന്ന 2-3 ആൾക്കാരുണ്ട്. ഓരോട് ചോദിച്ചു. അപ്പൊ ഒരു വീഡിയോയിൽ വരില്ല. എന്താ കാരണം അവരെന്തോ പണിയെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതാണ്. അടിപൊളി മനുഷ്യന്മാർ. ചോദിച്ചപ്പോ തന്നെ ഫുള്ള് സപ്പോർട്ട് ചെയ്തിട്ടോ. ഒറ്റ ചോദ്യത്തിൽ തന്നെ കാര്യം നടന്നു. അപ്പോൾ ഞങ്ങൾ 2 ബൈക്ക് ഇതാക്കണം. അവിടെ ചെന്ന ഒരു ബൈക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടെന്റ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഗൈസ്. നമ്മളെ മാലിക് എവിടെ പോയാലും ഒരു വിഷയമുള്ള സെറ്റ്. ഈ മുത്താണ് മോനെ, ഈ മുത്താണ്. ഞങ്ങൾ ഇതാക്കുന്ന ടെൻ്റൊക്കെ അടിച്ചു. അയ്യോ ഒച്ചപ്പാടുണ്ടാക്കിയോ. അപ്പോൾ ഞങ്ങൾ ടെൻ്റൊക്കെ അടിച്ചു. ഇവിടെ ഫുഡിങ് പരിപാടിയാണ്, രാത്രിയൊക്കെയുള്ള ഫുഡിങ്. ഞാൻ കഴിച്ചിട്ടോ. ഞാൻ സാധനം മേടിക്കാൻ പോയപ്പോൾ അവിടുന്ന് നല്ലോണം അടിച്ചു. ഇപ്പോൾ അതെന്താ സംഭവിച്ചു? അവിടെ കൊണ്ടുവന്ന് എല്ലാവരും ബുദ്ധിമുട്ടായി കഴിക്കുന്നതായിട്ട് നല്ല 2 പേര് അവിടെ നിന്ന് കഴിച്ചാൽ നിങ്ങൾ അതിലേക്ക് കഴിക്കാമല്ലോ. എന്നിട്ട് ലാസ്റ്റ് കഴിക്കല്ലാന്ന് പറഞ്ഞ രക്ഷയില്ല. 3 ഇങ്ങനത്തെ ചപ്പാത്തിക്ക് 20 റുപ്യ. വൻ ലാഭാണ്. അഗർത്തല വൻ ചീപ്പാളിയാ. റേറ്റ് എല്ലാത്തിനും കുറവാ. 5 റുപ്യന്റെ സാധനങ്ങളൊക്കെ കാണലടി. 5 റുപ്യന്റെ ചായ, 5 റുപ്യന്റെ കടി. UK നമ്മൾ ഇന്ത്യയിലോട്ട് കയറി ഇന്ത്യയിലുള്ള ചെറിയ ഫുഡുകളൊക്കെ കഴിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ടോ. അല്ല എടാ, മിസോറാമിൽ നമ്മൾ ഫുൾ കുക്കിംഗ് ആയിരുന്നല്ലോ. നമ്മൾ പുറത്തധികം കഴിച്ചില്ല, എന്നാലും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞതെന്താ വെച്ചാൽ നാളെ നമുക്ക് അഗർത്തലയിലോട്ട് പോകണം. അഗർത്തലയിൽ പോകണം. പിന്നെ ഒരു കാര്യം, ഇവിടുത്തെ ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. നാളത്തെ വീഡിയോ നാളെ രാവിലെ നമ്മൾ എടുക്കാം. കാരണം നമ്മൾ അത്രയധികം സപ്പോർട്ട് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉള്ളിൽ ഉണ്ടായി തന്നിട്ടുണ്ട് അല്ലേ. അതൊക്കെ നമുക്ക് നാളെ കാണട്ടെ. വീടിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പൊ രാത്രിയാണ് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലണ്ടല്ലേ. ബുദ്ധിമുട്ടാക്കണ്ട. നമ്മള് വലിഞ്ഞു കയറി രാവിലെ നമുക്ക് ലേഡീസ് ഒക്കെ ഉണ്ട്. ഇവിടെ സംഭവം എന്താ വെച്ചാല് ഒരു വലിയ ഫാമിലി അല്ലേ. വലിയ കുടുംബം ഒന്നായിട്ടില്ല. ഞാൻ ഇതിനുള്ള കയറിയില്ല. വലിയൊരു ഫാമിലി അല്ലേ. അപ്പൊ എന്തായാലും നല്ല മനുഷ്യന്മാരാണ് കേട്ടോ. നമ്മളെ കയറി ചോദിച്ചപ്പോൾ ടെന്റ് അടിച്ചോളാൻ പറഞ്ഞു. എല്ലാം സെറ്റ് അല്ലേ. ചേച്ചി കുറച്ച്
എന്താ സിനി എല്ലാരും നെട്ടിക്കുന്നുണ്ട്. യാസീനെ പിടിച്ച് കെട്ടിച്ചു നീ എന്താ അപരാധം കാണിച്ചിട്ടുണ്ടാവും കേറി. അപ്പൊ ഗൈസ് നമുക്ക് വീഡിയോ അവിടെ കഥാപാത്രം. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേതാ മനുഷ്യൻ? വീട്ടില് ഭയ്യ ഭയ്യ ഗണച്ചായ ലാപ്ടോപ്പ് അപ്പൊ ഇവിടെ സംഭവം എന്താ വെച്ചാല് 5 വർഷം മുമ്പ് ഇവിടെ റബ്ബർ വെട്ടാ വന്നതാണ്. ഇവിടെ ഫുള്ള് റബ്ബറാണല്ലേ കേരളത്തിലെത്തിയ പോലെ കോട്ടയം സ്റ്റൈല്. അപ്പൊ ഗൈസ് നമുക്ക് നാളെ ഇത് ഫുള്ള് കണ്ടിട്ട് പോകട്ടോ. എല്ലാരും ഫുഡ് അടിച്ച് ഇന്ന് വൺ ഫയറിങ്ങിലാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാ ഒന്നും മൈൻഡ് ആക്കാതെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതെ പവറേഷ്. അപ്പൊ ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് എന്നും 7 മണിക്ക് ഞങ്ങൾ വരുന്നതാണ്. പിന്നെ എന്താ സംഭവിച്ചാൽ നെറ്റ്വർക്ക് കിട്ടാണ്ടായി പോലെ വരാതിരിക്കും. പക്ഷെ എന്നും ഞങ്ങൾ വരുന്നതാണ്. നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ.